ഇവിടെ ശൈവപ്രസാദ് സാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജനസഭയാണ്. വെറും ഒരു ഐക്യദാർഢ്യ സമ്മേളനമല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചില ഔപചാരിക സ്വഭാവങ്ങളുണ്ടാവുക ന്യായമാണ്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സമ്മേളനം ഇവിടെ കൂടാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ കേരളത്തിലെ സാംസ്കാരിക ലോകത്തിൻ്റെയും അതുപോലെ തന്നെ ഈ പൗരസമൂഹ സംഘടനകളുടെയും ഒരു പ്രോസെക്ഷനാണ്, ഒരു പരിച്ഛേദമാണ്. MP കോട്സാറിൻ്റെ ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ ഇത് ചോര പൊടിയുന്ന ഒരു പരിച്ഛേദമാണ്. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെക്കാൾ ഒരു നിഴൽപ്പാട് ഉപരി വർത്തിക്കുന്ന കേരളത്തിലെ ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലുള്ള സാംസ്കാരിക പ്രവർത്തകരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും ഈ പരിപാടിക്ക് പിന്തുണ അറിയിച്ച് സന്ദേശങ്ങൾ തരികയും നേരിട്ട് വിളിച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ, ഈസ്കാ സെത്തൽവാദ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈസ്കാ സെത്തൽവാദിന്റെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞവർ വിശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവർ നേരിട്ട് വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ അഖിലേന്ത്യാ തലത്തിലുള്ള ആളുകളുണ്ട്. കേരളത്തിൽ നിന്ന് ജസ്റ്റിസ് CK ശംസുദ്ദീൻ, ജസ്റ്റിസ് സുകുമാരൻ, പ്രൊഫസർ NK സാനു, അരവിന്ദാക്ഷൻ മാസ്റ്റർ തുടങ്ങിയിട്ടുള്ള പല ആളുകൾ ഈ പരിപാടിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ കൂടിയിരിക്കുന്നവർ മാത്രമല്ല, നേരെ മറിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സാമൂഹ്യ മനസാക്ഷി അതുപോലെ തന്നെ സാംസ്കാരിക ഐക്യദാർഢ്യം ഈ പരിപാടിയോടൊപ്പമുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. ഇവിടെ നമുക്കറിയാം, ഇതിന് ഈ സമരം ഇത്രയും ദിവസം 1.5 മാസമാവുകയാണ്. ഈ 1.5 മാസമാകുമ്പോൾ കേരളത്തിലെ സമൂഹം രണ്ടായി വിഭജിതമായി നിൽക്കുന്നത് നമ്മൾ കാണാം. ഒരു മഹാഭൂരിപക്ഷം പേരും, നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഭൂരിപക്ഷം ആളുകൾ ഈ സമരത്തിന് അനുഭാവം രേഖപ്പെടുത്തുകയും ഇതോടൊപ്പമായിരിക്കുകയും ചെയ്യുമ്പോൾ സ്ഥാപിത താല്പര്യമുള്ള സങ്കുചിത ചിന്താഗതിയുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം ഈ സമരത്തെ പരാജയപ്പെടുത്തുന്നതിനും ഇതിനെ അട്ടിമറിക്കുന്നതിനും അതിൻ്റെ ഒരു വക്താവിൻ്റെ ഒരു പ്രയോഗം ലജ്ജാപൂർവം കടമെടുത്ത് ഞാൻ പറയട്ടെ, ഇതിനെ അടിച്ച് മടക്കി ഒതുക്കി ഒരു മൂലയിൽ ഇരുത്തുന്നതിന് വേണ്ടി അവർ അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾക്ക് മറ്റാർക്കും സാധിക്കാത്ത വിധം ചുട്ട മറുപടി, ചിട്ടയായ മറുപടി ഈ ആശാ സഹോദരിമാർ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അതിനേക്കാൾ കൃത്യതയോടുകൂടിയും അതിനേക്കാൾ വൈകാരികമായും ബൗദ്ധികമായും കൃത്യതയുള്ള മറുപടികൾ നൽകാൻ പ്രയാസമാണ്. എങ്കിലും നമ്മൾ ഈ ജനസഭയിൽ ഇതിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒന്നൊന്നായി പരിഗണിച്ചുകൊണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിൻ്റെയും സിവിൽ സൊസൈറ്റിയുടെയും പ്രതിനിധികൾ ഓരോരുത്തരായി ഇവിടെ സംസാരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് മൊത്തത്തിൽ ഈ ജനസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഒരു ഉദ്ഘാടന സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട കവിയും ചിന്തകനുമായിട്ടുള്ള സച്ചിദാനന്ദൻ തന്നിട്ടുണ്ട്. അദ്ദേഹം അതൊരു വീഡിയോ ക്ലിപ്പിംഗ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അത് ഇവിടെ പ്രദർശിപ്പിക്കുക വഴി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. അത് കഴിഞ്ഞ് ഈ പരിപാടിയിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. ഈ പരിപാടിയുടെ ഇവിടെ നടക്കുന്ന ഡെലിബറേഷൻസിൻ്റെ അല്ലെങ്കിൽ നടപടിക്രമത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനും ഒരു ആമുഖം ആവശ്യമില്ലാത്ത ആളുമായ ശ്രീ ജോയ് മാത്യു ആണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്രമേയം അവതരിപ്പിക്കും ഇവിടെ. അത് ഈ ജനസഭകളുടെ ഒരു ഔപചാരികതയുടെ ഭാഗമാണ്. നമ്മൾ എന്താണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശമായ ദിശാബോധം നൽകുന്ന ഒരു ലഘുപ്രമേയമായിരിക്കും അത് ശ്രീ ഷാജം ഖാൻ ഇവിടെ അവതരിപ്പിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ചോദ്യങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകളും മറുപടികളും ഉണ്ടാകും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രഖ്യാപനത്തോടു കൂടിയായിരിക്കും ഈ സമ്മേളനം അവസാനിക്കുന്നത്. കാരണം നമ്മൾ ഈ സമ്മേളനം കൊണ്ട്
അവസാനിക്കുന്നതല്ല, ഈ ജനസഭ കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ പരിപാടി. ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും. അത് നമ്മളുടെ നിർബന്ധമല്ല, ഭരണകൂടത്തിൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് മുമ്പോട്ടുള്ള നടപടികളെ പറ്റി സൂചന നൽകുന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടിയായിരിക്കും ഈ ജനസഭ അവസാനിക്കുന്നത് എന്നാണ് എനിക്ക് നിങ്ങളെ അറിയിക്കുവാനുള്ളത്. ഇത്രയും കാര്യം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സന്ദേശം പ്രദർശിപ്പിക്കുന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോട് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധന്മാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. സുഹൃത്തുക്കളെ, ആശാ വർക്കർമാരുടെ സമരം ഒരു ഘട്ടത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കേരളത്തിലെ അല്പമെങ്കിലും ഹൃദയശാലിത്വമുള്ള എല്ലാ മനുഷ്യരും ആശാ വർക്കർമാരുടെ സമരത്തോട് അനുഭാവമുള്ളവരാണ്. അനുഭാവം പരസ്യമായി പ്രകടിപ്പിക്കാത്ത ആളുകളെ പോലും അവരുടെ ഉള്ളിൽ അവരോട് അനുഭാവമുണ്ട് എന്ന് സംസാരിച്ചാൽ കാണാൻ കഴിയും. പല ആളുകളും പല കാരണങ്ങളാൽ സത്യങ്ങൾ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജനസഭ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ ആശങ്കകളോടും ഉത്കണ്ഠകളോടും കൂടിയാണ്. പ്രാഥമികമായ ഉത്കണ്ഠ, കേരളം ഒരു ജനാധിപത്യ രാജ്യമല്ലാതെ ആകുന്നുവോ, ഇന്ത്യയെ പോലെ തന്നെയുള്ള ഒരവസ്ഥ കേരളത്തിലും സംജാതമാകുന്നുവോ എന്നതാണ്.